വെൽക്കം എവരിവൺ. ഈ ഒരു വീഡിയോയിൽ നമുക്ക് ആക്ടിവേഷൻ ഫങ്ഷൻസ് ന്യൂറൽ നെറ്റ്വർക്കിൽ എന്താണെന്ന് നോക്കാം. സോ നിങ്ങൾ ഈ ടൈം ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. നിങ്ങൾ ഡീപ്പ് ലേണിംഗ് പോലുള്ള കൺസെപ്റ്റുകൾ പഠിക്കുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വരുന്ന ഒരു ടോപ്പിക്കാണ് ആക്ടിവേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. സോ ഇതിലൂടെ നമ്മൾ ഡീപ്പ് ഡൈവ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇതിലുള്ള ടേംസ് ഒന്ന് നോക്കാം. സോ ബേസിക്കലി നമ്മളിതിൽ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, നമുക്കിവിടെ ആക്ടിവേഷൻ എന്ന് പറയുന്നൊരു ടേമുണ്ട്, ഫങ്ഷൻ എന്ന് പറയുന്നൊരു ടേമുണ്ട്, ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു ടേമുണ്ട്. സോ ഇത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോകാം. അതായത് നമ്മൾ ടോട്ടൽ ഡാറ്റാ സയൻസ്, മെഷീൻ ലേണിംഗ് എന്ന് പറയുന്ന ഫീൽഡ് എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് മെയിനായിട്ടും പ്രധാനമായിട്ടും അൽഗോരിതം പാർട്ടിൽ നമുക്ക് പല പല അൽഗോരിതംസ് ഉണ്ട്. ആ ഒരു ലേണിംഗ് കാര്യം ചെയ്യാനായിട്ട് ഡിഫറെൻ്റ് അൽഗോരിതംസ് ഉണ്ട്. സോ ഡിസിഷൻ ട്രീ, റാൻഡം ഫോറസ്റ്റ്, ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, ഇങ്ങനെയുള്ള കുറേ അൽഗോരിതത്തിൻ്റെ പേരുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ഇതിനെ എല്ലാത്തിനെയും നമ്മൾ ലിസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ടും രണ്ട് പാർട്ടായിട്ട് അതിനെ തിരിക്കാം. അതായത് ഈ മൊത്തം ലാൻഡ്സ്കേപ്പിൽ നമുക്കതിനെ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് ആൻഡ് ഡീപ്പ് ലേണിംഗ് ഇങ്ങനെ രണ്ട് പാർട്ടായിട്ട് തിരിക്കാം. സോ നമ്മളതിനെ രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് വേഴ്സസ് ഡീപ്പ് ലേണിംഗ്. സോ ഇതിൽ ക്ലാസിക്കൽ മെഷീൻ ലേണിങ്ങിലാണ് നമുക്ക് വരുന്ന പോപ്പുലറായിട്ടുള്ള കുറച്ച് അൽഗോരിതംസ് വരുന്നത്. ഞാൻ കുറച്ച് പേരുകൾ പറയാം. ഫോർ എക്സാമ്പിൾ ലീനിയർ റിഗ്രഷൻ, ലോജിസ്റ്റിക് റിഗ്രഷൻ, ഡിസിഷൻ ട്രീസ്, റാൻഡം ഫോറസ്റ്റ്, KNN, നെയ്ബേസ്, ഇങ്ങനെ കുറേ സെറ്റ് ഓഫ് അൽഗോരിതംസ് ഉണ്ട്. അതിൽ തന്നെ സൂപ്പർവൈസ്ഡും ഉണ്ട്, അൺസൂപ്പർവൈസ്ഡും ഉണ്ട്. സോ ഇതെല്ലാം നമ്മുടെ ഒരു മെഷീൻ ലേണിംഗ് ഫീൽഡിൻ്റെ അല്ലെങ്കിൽ AI അൽഗോരിതംസ് വരുമ്പോൾ അതിൻ്റെ ഏർലി ഡേയ്സിലുള്ള ചില അൽഗോരിതംസാണ്. സോ ഏർലി ഡേയ്സ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ AI എന്ന് പറയുന്ന ടേം വരുമ്പോൾ തന്നെ ഹ്യൂമൻസ് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ മിമിക്ക് ചെയ്തുകൊണ്ട് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് ബേസ് ചെയ്തിട്ടുള്ള അൽഗോരിതംസാണ് ഇനിഷ്യലി പ്രപ്പോസ് ചെയ്തതും സ്റ്റഡി ചെയ്തതും. പക്ഷേ അതിന് ഒരു സ്റ്റേജിന് കഴിഞ്ഞതിന് ശേഷം കാര്യമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് വരാതെ വന്നപ്പോഴാണ് ഈ ഒരു ഫീൽഡ് ഓഫ് ക്ലാസിക്കൽ മെഷീൻ ലേണിംഗ് അൽഗോരിതംസിൽ കൂടുതലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് വന്നതും ഈ ഒരു അൽഗോരിതംസ് വന്നതും. സോ ഇതിൻ്റെ അകത്ത് SVM പോലുള്ള അൽഗോരിതംസും ഉണ്ട്, സപ്പോർട്ട് വെക്ടർ മെഷീൻസ്. നേരെ മറിച്ച് ഹ്യൂമൻസിൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഹ്യൂമൻ ന്യൂറോൺസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ മിമിക്ക് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അൽഗോരിതംസാണ് ന്യൂറൽ നെറ്റ്വർക്കിൽ വരുന്നത്. സോ ആ ഒരു ഫീൽഡിനെ നമ്മൾ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ഡീപ്പ് ലേണിംഗ് എന്ന് പറയുന്നത്. സോ ഡീപ്പ് ലേണിങ്ങിലാണ് നമുക്ക് ന്യൂറൽ നെറ്റ്വർക്ക് അൽഗോരിതംസ് വരുന്നത്. ഓക്കെ, സോ പലതരത്തിലുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് ഉണ്ട്. നമുക്ക് പല ലെയേഴ്സിൽ ഒരുപാട് ലെയേഴ്സ് വരുന്ന അൽഗോരിതംസ് വരുമ്പോഴാണ് നമ്മളതിനെ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ DNN എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നത്. നമ്പർ ഓഫ് ലെയേഴ്സ് ഒരുപാട് വരുമ്പോൾ നമ്മളതിനെ ഡീപ്പ് ന്യൂറൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ DNN എന്ന് പറയുന്ന പേരിൽ വിളിക്കുന്നതാണ്. ഓക്കെ, സോ ഹ്യൂമൻ ന്യൂറോൺസിൻ്റെ ഒരു സിംഗിൾ ഹ്യൂമൻ യൂണിറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിന് ഒരു ന്യൂറോൺ അല്ലെങ്കിൽ ഒരു സെൻട്രൽ ന്യൂക്ലിയസ് പാർട്ടുണ്ട്, ദെൻ ഒരു ആക്സോൺ എന്ന് പറയുന്നൊരു പാർട്ടുണ്ട്, ദെൻ സം ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്ന പാർട്ടുണ്ട്. സോ ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് മറ്റ് ന്യൂറോൺസുമായിട്ട് കണക്ട് ചെയ്യുന്നതും ഈ ന്യൂറോണിൻ്റെ നേച്ചർ അല്ലെങ്കിൽ അതുമായിട്ടുള്ള ഇൻഫർമേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുന്നത് ഈ ഡെൻഡ്രൈറ്റ്സ് വഴിയാണ്. സോ നമുക്കറിയാം, നമ്മുടെ ഓരോ കാര്യത്തിലും നമ്മളൊരു ഹോട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ കൈവച്ച് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ ചൂട് കാരണം കൈവലിക്കും. സോ അത് ഇനീഷ്യേറ്റ് ചെയ്യുന്നത് ഒരു ന്യൂറോൺ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് ഉണ്ട്. ആ എക്സ്ട്രീം ഹോട്ട് അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡ് ഒക്കെ നമുക്ക്
സെൻസ് ചെയ്യാനും അത് ആ സിഗ്നൽ നമ്മുടെ ബ്രെയിനിലോട്ട് വിടാനും. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിൽ, ഐസിൽ നമ്മുടെ പ്യൂപ്പിൾസ് ഡയലേഷൻ, നമ്മൾ വളരെ പ്രകാശമുള്ളൊരു ഔട്ട്സൈഡ് പുറത്തു നിന്ന് നമ്മളൊരു റൂമിൻ്റെ അകത്തോട്ട്, ഇരുട്ട് നിറഞ്ഞൊരു റൂമിലോട്ട് കയറി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഐസിലുള്ള പ്യൂപ്പിൾസ് ഡയലേറ്റ് ചെയ്യും. കാരണം നമുക്ക് റൂമിൻ്റെ അകത്ത് പുറത്തുള്ള പോലെ അത്ര പ്രകാശമില്ല. സോ നമ്മൾ ഇനിഷ്യലി ചെറിയ ഡയലേഷനിൽ നിന്നത് കുറച്ചും കൂടെ വലിയ ഡയലേഷനിലോട്ട് മാറും. സോ ദാറ്റ് നമുക്ക് കാണാൻ കൂടുതൽ വ്യക്തമായിട്ട് സാധിക്കും. സോ ഇതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ഒരു സെറ്റ് ഓഫ് ന്യൂറോൺസ് കാണും, ഒരു സിംഗിൾ ന്യൂറോൺ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ന്യൂറോൺസ്. കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്കുകൾ വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ സ്പീച്ച്, നമ്മളൊരു ഒബ്ജക്റ്റ് തിരിച്ചറിയുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു സിംഗിൾ ന്യൂറോൺസ് അല്ല, ഇങ്ങനെ ഒരുപാട് ന്യൂറോൺസിൻ്റെ കണക്ഷൻസ് അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ആ കാര്യം ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ബയോളജിക്കൽ ന്യൂറോൺ അതിൻ്റെ കമ്പ്യൂട്ടേഷണൽ റെപ്രസെൻറ്റേഷനാണ് നമ്മൾ പറയുന്ന ആർട്ടിഫിഷ്യൽ ന്യൂറോൺ എന്ന് പറയുന്നത്. ഓക്കെ, സോ ആർട്ടിഫിഷ്യൽ ന്യൂറോണിനെ നമുക്ക് സിമിലർ ഒരു ഫാഷനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ ആർട്ടിഫിഷ്യൽ ന്യൂറോൺ നമ്മൾ പറയുവാണെങ്കിൽ നമുക്കതിന് ഈ പറയുന്ന ന്യൂക്ലിയസിലോട്ട് ഒരു സെറ്റ് ഓഫ് ഇൻപുട്സ് ആൻഡ് എ ഔട്ട്പുട്ട്. സോ ഞാനിവിടെ ജസ്റ്റ് 2 ഇൻപുട്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാനതിനെ x1 ആൻഡ് x2 എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. ദെൻ ഈ ഒരു ഇൻപുട്ടിനെ സ്കെയിൽ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് കുറച്ച് വെയ്റ്റുകളും കൊടുക്കാം. സോ ഇവിടെ W1 ആൻഡ് W2. സോ മാത്തമാറ്റിക്കലി ഈ ന്യൂറോൺ എങ്ങനെയാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബേസിക്കലി നമ്മളിതിൻ്റെ ഔട്ട്പുട്ട് y എന്നെടുക്കുവാണെങ്കിൽ y എന്ന് പറയുന്നത് x1 മൾട്ടിപ്ലൈഡ് ബൈ W1 പ്ലസ് x2 മൾട്ടിപ്ലൈഡ് ബൈ W2 എന്നുള്ള രീതിയിലായിരിക്കും. സോ ബേസിക്കലി ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ സിംപ്ലി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്കറിയാം W1ഉം W2ഉം ഹൈയും x1ഉം x2ഉം ഹൈ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഹൈ വാല്യൂ വരും. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് ഇതിപ്പം വളരെ ബേസിക് ആയിട്ടുള്ളൊരു സിംഗിൾ ആർട്ടിഫിഷ്യൽ ന്യൂറോണാണ് കാണിച്ചിരിക്കുന്നത്. നമ്മുടെ ആക്ച്വൽ യൂസ് കേസിലൊക്കെ നമുക്ക് ഒരുപാട് ഇങ്ങനത്തെ കണക്ഷൻസ്, ആയിരക്കണക്കിന് കണക്ഷൻസ് വരുന്ന ഇൻപുട്ടുകളും അതിനനുസരിച്ച് വെയിറ്റ് വാല്യൂസും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഒരു ന്യൂറോൺ ആയിരിക്കത്തില്ല, ഒരുപാട് ന്യൂറോൺസ് പരസ്പരം കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്നത്. സോ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുമ്പം ഇതുപോലുള്ള ഒരുപാട് ന്യൂറോൺസിൻ്റെ കണക്ഷൻസ് ആയിരിക്കും അതിലുണ്ടാവുക. ഇപ്പം ഇത് ഞാൻ ഈ പറഞ്ഞ ഒരു ആർട്ടിഫിഷ്യൽ ന്യൂറോണിനെ ഞാൻ ഇതുപോലൊരു യൂണിറ്റ് ബ്ലോക്ക് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ന്യൂറോൺസും അതുതന്നെ പല ലെയേഴ്സിൽ വരും. ഈ ലെയേഴ്സുകൾ തമ്മിൽ പരസ്പരം കണക്ഷൻസ് വന്നിട്ടാണ് ഇത് ആക്ച്വലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ അതവിടെ നിൽക്കട്ടെ. സോ ബേസിക്കലി ആർട്ടിഫിഷ്യൽ ന്യൂറോണിന് ഇതാണ് അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്പർ എന്ന് പറയുന്നത് ഒരു y എന്ന് പറയുന്ന ഔട്ട്പുട്ട് നമ്പർ ഒരു എക്സ്ട്രീം ഹൈ നമ്പറോ അല്ലെങ്കിൽ ഒരു എക്സ്ട്രീം സ്മോൾ നമ്പറോ ആവാൻ സാധിക്കും. അതായത് ഇതിൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത് ബൗണ്ടഡ് അല്ല. നമ്മൾ നമ്പർ ലൈനിൽ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇത് സെൻറ്റർ പോയിൻ്റ് പറയുവാണെങ്കിൽ ഇത് -ഇൻഫിനിറ്റിയിലോട്ടും എത്ര വേണമെങ്കിലും പോകാം, +ഇൻഫിനിറ്റിയിലോട്ടും എത്ര വേണമെങ്കിലും പോകാം. സോ അൺബൗണ്ടഡ് ആണ്. സോ അത് ഒരിക്കലും ഈ ന്യൂറൽ നെറ്റ്വർക്ക്സ്, അതായത് ഡീപ്പായിട്ടുള്ള ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ ഒരു ലെയറോ 2 ലെയറോ ഒന്നും ആയിരിക്കില്ല, നമുക്കിങ്ങനത്തെ നൂറുകണക്കിന് ലെയേഴ്സ് ഉണ്ടാവും. സോ ഒരുപാട് ലെയറുകൾ പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ പറയുന്ന അൺബൗണ്ടഡ് ആയിട്ട് ഈ ഔട്ട്പുട്ട് വലിയ എക്സ്ട്രീം ഹൈ നമ്പേഴ്സായിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ ഒരു ഹൈ നമ്പർ വന്നു, ആ നമ്പറായിരിക്കും അടുത്ത ന്യൂറോണിൻ്റെ ഇൻപുട്ടായിട്ട് വരുന്നത്. അവിടെയും അഗെയിൻ അത് വീണ്ടും വലിയ നമ്പറായി മാറും. അങ്ങനെ ഒരുപാട് വലിയ നമ്പറായിട്ട് പോകും. സോ അതൊരു കാരണം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതിന് നോൺ ലീനിയർ ആയിട്ടുള്ള ബിഹേവിയേഴ്സ് കൊണ്ടുവരണം എന്നുള്ളതാണ്. അതായത് ഇവിടെ നമ്മൾ ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ ഇല്ലാത്ത കേസാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇവിടെ ഇതിന് ന്യൂറോൺ എന്ന് പറയുന്ന ന്യൂറോണിൻ്റെ പ്രവർത്തനത്തിന് ഒരു നോൺ ലീനിയർ ബിഹേവിയർ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ആക്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യണം. സോ അതിനായിട്ടാണ് ബേസിക്കലി നമ്മൾ ആക്ടിവേഷൻ ഫങ്ഷൻസ് ന്യൂറൽ നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറഞ്ഞ
ന്യൂറൽ നെറ്റ്വർക്ക്സ് നമ്മൾ ബേസിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബയോളജിയിൽ നിന്നും ഇൻസ്പയർ ചെയ്തിട്ടാണ് ഇത് വരുന്നത്. സോ ഇറ്റ്സ് ബയോ ഇൻസ്പയർഡ് കമ്പ്യൂട്ടിംഗ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, സോ നോൺ ലീനിയാരിറ്റിക്ക് വേണ്ടിയിട്ടും ഈ ഒരു ഔട്ട്പുട്ടിനെ ഒരു ബൗണ്ടഡ് ഇതിലോട്ട് കൊണ്ടുവരാനും വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. സോ വെയ് ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ന്യൂറോൺസ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺസ് പരസ്പരം കണക്ട് ചെയ്ത് നമ്മളൊരു വലിയ ഡെൻസ് ന്യൂറൽ നെറ്റ്വർക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് നോൺ ലീനിയാരിറ്റി കൊണ്ടുവരാനും ഈ ഔട്ട്പുട്ടിനെ ഒരു ബൗണ്ടഡ് ലെവലിലോട്ട് കൊണ്ടുവരാനുമാണ്. അതായത് എക്സ്ട്രീംലി ഹൈയിലോട്ടും എക്സ്ട്രീംലി ലോയിലോട്ടും പോയി ഇത് വലിയൊരു നമ്പർ അല്ലെങ്കിൽ ചെറിയ ഒരു വലിയ മൈനസ് നമ്പറും ഒരു വലിയ നെഗറ്റീവ് പോസിറ്റീവ് നമ്പറുമായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ആക്ടിവേഷൻ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നോൺ ലീനിയാരിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. സോ എങ്ങനെയായിരിക്കും ഈ ഒരു കാര്യം അത് അച്ചീവ് ചെയ്യുന്നത്, ആ നോൺ ലീനിയാരിറ്റി എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ നോൺ ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് നമ്മൾ എക്സ് എമൗണ്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ടും എക്സ് എമൗണ്ട് വേരി ചെയ്യണം. സോ ബേസിക്കലി നമ്മളൊരു ഫംഗ്ഷൻ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഇതുപോലൊരു ഗ്രാഫാണ് നമ്മുടെ ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പറയാം അത് ലീനിയർ ആണെന്ന് പറയാം. നേരെ മറിച്ച് ഇൻപുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ ഈക്വൽ എമൗണ്ട് ഓഫ് അല്ല ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നത്, അത് മാറിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം നോൺ ലീനിയർ ആണെന്ന് പറയാം. സോ നമ്മുടെ ചുറ്റുമുള്ള ബയോളജിക്കൽ സിസ്റ്റംസ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും നോൺ ലീനിയറാണ്, ലീനിയർ ആയിട്ടുള്ള സിസ്റ്റം അല്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ റെപ്രസെൻറ്റേഷൻ നമുക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ നോൺ ലീനിയാരിറ്റി നമ്മുടെ നെറ്റ്വർക്കിലോട്ട് കൊണ്ടുവന്നേ പറ്റൂ. ഓക്കെ, സോ ആക്ടിവേഷൻ ഫങ്ഷൻസിൽ നമുക്ക് ഫങ്ഷൻസ് എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് ഒന്ന് പെട്ടെന്ന് നോക്കാം. സോ നമുക്ക് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്താണെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നിങ്ങൾ സൈൻ, കോസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. സോ ബേസിക്കലി ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ലൈക്ക് ടെമ്പറേച്ചർ നമ്മൾ ഫാരൻഹീറ്റ് ടു സെൽഷ്യസ് കൺവേർട്ട് ചെയ്യുന്നത് ഈസ് എ മാത്തമാറ്റിക്കൽ ഫങ്ഷൻ. നമ്മുടെ വെയ്റ്റ് ആൻഡ് ഹൈറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് ബോഡി മാസ് ഇൻഡെക്സ് കിട്ടുന്നു. അത് ഇറ്റ്സ് എ ഫങ്ഷൻ ഓഫ് നമ്മുടെ വെയ്റ്റിൻ്റെയും ഹൈറ്റിൻ്റെയും ഒരു റിലേഷൻഷിപ്പാണ്, അത് ബോഡി മാസ് ഇൻഡെക്സ്. ഇതും ഒരു ഫങ്ഷൻ ഉദാഹരണമാണ്. സോ ബേസിക്കലി ഇതെല്ലാം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് ആണ്. നമ്മുടെ ആക്ടിവേഷൻ ഫങ്ഷൻസും എല്ലാം മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് തന്നെയാണ്. സോ കോമൺ ആയിട്ട് വരുന്ന ഒരു ആക്ടിവേഷൻ ഫങ്ഷനാണ് സിഗ്മോയിഡ് എന്ന് പറയുന്ന ആക്ടിവേഷൻ ഫങ്ഷൻ. ഓക്കെ, സോ സിഗ്മോയിഡ് കണ്ടാൽ എങ്ങനെയിരിക്കും എന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം, അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. സോ ബേസിക്കലി ഇവിടെ നോക്കിയാൽ അറിയാം ഇത് ഒരു നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ്. ഇത് മൈനസ് ഇൻഫിനിറ്റിയിലോട്ടും പ്ലസ് ഇൻഫിനിറ്റിയിലോട്ടും ഇതിൻ്റെ ഇൻപുട്ട് വാല്യൂസ് എത്ര വേണമെങ്കിലും ആവാം. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് വാല്യൂ ഡെഫിനറ്റ്ലി 0ക്കും 1നും ഇടയിലായിരിക്കും വരുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈനസ് നമ്പേഴ്സ് ഒരു പർട്ടിക്കുലർ ലെവലിന് എത്ര മുകളിലോട്ട് എത്ര ഹൈ കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ട് വരുന്നത് 0 ഓർ 0യ്ക്ക് അടുത്തിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ മറിച്ച് ഇൻപുട്ട് വാല്യൂസ് ഒരു പർട്ടിക്കുലർ ലെവലിന് മേളിൽ ഒരു 6 ആൻഡ് എബോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ടു 1, എക്സാക്ട് 1 കിട്ടില്ല, പക്ഷേ 1ൻ്റെ അടുത്തോട്ട് കൂടി വന്നുകൊണ്ടിരിക്കും, നമുക്ക് ക്ലോസ് ടു 1 ആയിരിക്കും കിട്ടുന്നത്. സോ ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ട് ഒരിക്കലും 0ക്കും 1നും അപ്പുറത്തോട്ട് പോവില്ല, 0യ്ക്ക് താഴെയിലോട്ടും പോവില്ല, 1ന് മേളിലോട്ടും പോവില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോബ്ലം, അതായത് ഇൻപുട്ട് വാല്യൂസ് അൺബൗണ്ടഡ് ആയിട്ട് പോകുന്ന ഈ ഒരു പ്രോബ്ലത്തെ അതിന് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും. ഇത് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും
ഈ ആക്ടിവേഷൻ ഫംഗ്ഷനിലൂടെ കടന്ന് വന്നു കഴിയുമ്പം നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി 0യ്ക്കും 1നും ഇടയിലോട്ടായിരിക്കും. സോ എക്സ്ട്രീം വാല്യൂസ് എല്ലാം ഈ ഒരു ലെവലിലോട്ടും 0 എന്ന് പറയുന്ന വാല്യൂ വരുമ്പം എക്സാക്ട്ലി 0.5 എന്ന് പറയുന്ന വാല്യൂ പോസിറ്റീവ് സൈഡിൽ വരുന്ന വാല്യൂസ് എല്ലാം അതിനനുസരിച്ച് 1-അടുത്തോട്ടും 0.5 മുകളിലോട്ടും ആയിരിക്കും മാപ്പ് ചെയ്ത് വരുന്നത് സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ കാര്യത്തിൽ. ഓക്കെ, സോ ഈ സ്ക്വാഷിങ് അല്ലെങ്കിൽ ഈ ഒരു കംപ്രസിങ് ഓപ്പറേഷൻ ഈ ഫംഗ്ഷൻ ചെയ്യുന്നു, ദെൻ നോൺ ലിനിയാരിറ്റിയും ഇത് ചെയ്യുന്നു. ഓക്കെ, അതാണ് സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. സോ നമുക്കതിൻ്റെ ഗ്രാഫ് ഒന്നുകൂടെ വരയ്ക്കാം. സോ എക്സാക്ട്ലി 0 ഇൻപുട്ടായിട്ട് വരുമ്പോൾ അത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0.5 ആയിരിക്കും. നെഗറ്റീവ് സൈഡിലോട്ട് പോകുമ്പോൾ കൂടുതൽ 0യിലോട്ടും പ്ലസ് സൈഡിലോട്ട് പോകുമ്പോൾ കൂടുതൽ 1ലോട്ടും ആയിരിക്കും വരുന്നത്. സോ ദിസ് ഈസ് ദ ഔട്ട്പുട്ട് ആൻഡ് ദിസ് ഈസ് ദ ഇൻപുട്ട്. പോസിറ്റീവ് വാല്യൂസ്, നെഗറ്റീവ് വാല്യൂസ്. ഓക്കെ, സോ ഈ ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ അവൈലബിൾ ആണ്. സോ സിഗ്മോയിഡ് ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സോ നോൺ ലീനിയാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഇതിൽ നമ്മുടെ എക്സ്പൊണൻഷ്യൽ അല്ലെങ്കിൽ ഇ എന്ന് പറയുന്ന സ്പെഷ്യൽ നമ്പർ യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിനിങ്ങനെ ഒരു ലൈക്ക് നോൺ ലീനിയർ ആയിട്ട് പോയ ശേഷം ഇതിങ്ങനെ ഒരിക്കലും 1നോട് ടച്ച് ചെയ്യുന്നില്ല, ബട്ട് കൂടുതൽ 1ൻ്റെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ലൈക്ക് ഇത് ഹൈ ആവുന്നതനുസരിച്ച്, ഇൻപുട്ട് ഹൈ ആവുന്നതനുസരിച്ച്. അതുപോലെ നെഗറ്റീവ് സൈഡിലും ഇതൊരിക്കലും 0യിൽ ടച്ച് ചെയ്യുന്നില്ല, ബട്ട് അപ്രോച്ചിങ് മോർ ആൻഡ് മോർ ക്ലോസ് ടു 0. സോ സിഗ്മോയിഡ് ഇക്വേഷൻ ആയിട്ട് കാണണമെന്നുണ്ടെങ്കിൽ സോ ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. ഈ ഒരു രീതിയിലും റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇൻപുട്ട് Z ആണെന്നുണ്ടെങ്കിൽ 1/1 പ്ലസ് e⁻⁻z ഇങ്ങനെ എഴുതാറും ഉണ്ട്. ഓക്കെ, സോ ഇതായിരിക്കും നമ്മുടെ ഇൻപുട്ട്. അതിനെ e⁻ ചെയ്തതിന് ശേഷം 1നോട് കൂട്ടിയ ശേഷം ഡിവൈഡഡ് ബൈ 1 ആയിരിക്കും ഇത് വരുന്നത്. സോ ഇവിടെ ഡെഫിനറ്റ്ലി നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം, ഇൻപുട്ട് X അല്ലെങ്കിൽ Z എന്ന് പറയുന്നത് 0 വരുമ്പോൾ എന്ത് പറ്റും? Z എന്ന് പറയുന്നത് 0 വരുമ്പോൾ നമുക്കിവിടെ 0 എത്രയാണ്? സിഗ്മ ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ 1 പ്ലസ് e⁻⁻0 വരും, വിച്ച് ഈസ് സെയിം ആസ് 1 പ്ലസ് e⁻0. നമുക്കറിയാം e⁻0 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സോ 1 പ്ലസ് 1 വിച്ച് ഈസ് 1/2 വിച്ച് ഈസ് ഈക്വൽ ടു 0.5. ഇനി e⁻- ഒരു ഹൈ പോസിറ്റീവ് നമ്പർ വന്നാൽ എന്ത് സംഭവിക്കും? സോ സിഗ്മ ഓഫ് ഇവിടെ ഒരു ഹൈ പോസിറ്റീവ് നമ്പറാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1/1 പ്ലസ് e⁻- ഇൻറ്റു എ ഹൈ പോസിറ്റീവ് നമ്പർ. അതായത് ഇവിടെ ഒരു വലിയ എക്സ്പൊണൻ്റ് വാല്യൂ ആയിരിക്കും വരുന്നത്. സോ ഇത് വലിയ എക്സ്പൊണൻ്റ് വാല്യൂ വരുന്നതുകൊണ്ട് തന്നെ ഇത് വെരി ക്ലോസ് ടു 0 ബട്ട് നോട്ട് എക്സാക്ട്ലി ക്ലോസ് ടു 0 ആയിരിക്കും വരുന്നത്. സോ ദാറ്റ് വിൽ മേക്ക് ഇറ്റ് ക്ലോസ് ടു ഔട്ട്പുട്ട് ക്ലോസ് ടു 1. അതുപോലെ എക്സ്ട്രീംലി നെഗറ്റീവ് നമ്പറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഹൈ നെഗറ്റീവ് നമ്പർ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ 1/1 പ്ലസ് e⁻- ഓഫ് എ ഹൈ നെഗറ്റീവ് നമ്പർ. സോ ടോട്ടലി അത് ഇറ്റ് വിൽ ബിക്കം എ ഹൈ പോസിറ്റീവ് നമ്പർ. സോ 1 പ്ലസ് ഒരു വലിയ ഹൈ നമ്പർ ആയിരിക്കും ഈ ഡിനോമിനേറ്ററിൽ വരുന്നത്. സോ 1/ എ ഹൈ പോസിറ്റീവ് നമ്പർ ആയിരിക്കും ഇവിടെ വരുന്നത്, വിച്ച് ഈസ് ഓൾമോസ്റ്റ് ക്ലോസ് ടു 0. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ നമ്മളൊന്നുകൂടെ ഇക്വേഷൻ വൈസ് കണ്ടു എന്നേ ഉള്ളൂ.
ഇനി നമുക്ക് കോമൺ ആയിട്ടുള്ള ആക്ടിവേഷൻ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ സിഗ്മോയിഡ് ഫങ്ഷൻ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് ബാക്കിയുള്ളത് റെലു എന്ന് പറയുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ ഉണ്ട്. സിഗ്മോയിഡിന് ശേഷം ഇമ്മീഡിയറ്റ്ലി വന്ന ഒരു ആക്ടിവേഷൻ ഫംഗ്ഷനാണ് ടാൻ എച്ച് എന്ന് പറയുന്ന ഒരു ആക്ടിവേഷൻ ഫംഗ്ഷൻ. സോ ലെറ്റ്സ് സീ, നമ്മളതിൻ്റെ ഒരു ടൈം ലൈൻ എടുത്തു കഴിഞ്ഞാൽ ഒരു 1986 ആ ഒരു കാലഘട്ടത്തിലാണ് നമുക്ക് സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ വരുന്നത്. ദെൻ ഒരു 1990s നമുക്ക് ടാൻ എച്ച് ആക്ടിവേഷൻ ഫംഗ്ഷൻ വരുന്നത്. ദെൻ 2011 നമുക്ക് റെലു എന്ന് പറയുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻ വരുന്നത്. ദെൻ നമുക്ക് ലീക്കി, റെലു, സ്വിഷ് എന്നൊക്കെ പറഞ്ഞ് കുറച്ചെണ്ണം ഉണ്ട്. അതിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും റീസെൻ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഇതിൻ്റെ അകത്ത് സ്വിഷ് എന്ന് പറയുന്ന ഒന്നാണ്. അത് 2017 വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഇനി ഈ പറയുന്ന ആക്ടിവേഷൻ ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഷേപ്പ് എങ്ങനെയിരിക്കും എന്ന് നമുക്കൊന്ന് ക്വിക്കായിട്ട് നോക്കാം. ഓക്കെ, സോ ഈ ഒരു ഇമേജിൽ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ ആൻഡ് ഗ്രാഫ് ഓൾസോ കാണിച്ചിട്ടുണ്ട്. ടാൻ എച്ച് ആക്ടിവേഷൻ ഫംഗ്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, ഇത് ഇൻപുട്ട് എത്ര വേണമെങ്കിലും പോകാം, മൈനസ് സൈഡിലോട്ടും പ്ലസ് സൈഡിലോട്ടും. പക്ഷേ ഔട്ട്പുട്ട് എപ്പോഴും -1നും +1നും ഇടയിലോട്ടായിരിക്കും വരുന്നത്. ഇവിടെ നോക്കി അറിയാം, ഇൻപുട്ട് 0 കൊടുക്കുമ്പോൾ ഔട്ട്പുട്ട് 0 തന്നെയാണ്. റെലു ആക്ടിവേഷൻ ഫംഗ്ഷൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ടുള്ള നമ്പേഴ്സ് ഏതെത്ര കൊടുത്താലും അതെല്ലാം 0 എന്ന് പറയുന്ന ഔട്ട്പുട്ടായിരിക്കും വരുന്നത്. പോസിറ്റീവായിട്ടുള്ള നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആസ് എച്ച് അത് തന്നെയായിരിക്കും ഔട്ട്പുട്ടായിട്ട് വരുന്നത്. അതിൻ്റെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ് ലീക്കി റെലു എന്ന് പറയുന്നത്. അത് നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്താൽ 0 എക്സ്ട്രീം നെഗറ്റീവ് നമ്പേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ 0 വരുന്നതിന് പകരം ഒരു ചെറിയ നെഗറ്റീവ് ഔട്ട്പുട്ട് വാല്യൂ വരുന്ന രീതിയിലാണ് ലീക്കി റെലു വർക്ക് ചെയ്യുന്നത്. സോ അതിൻ്റെ എല്ലാം ഇക്വേഷൻസ് അവൈലബിൾ ആണ്. ഇതിനെല്ലാത്തിനും അതിൻ്റേതായ പ്രോസ് ആൻഡ് കോൺസ് അങ്ങനെയുള്ള കാര്യങ്ങളുമുണ്ട്. ഓക്കെ, ദെൻ ഇത് നമ്മൾ കെരാസ് API യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളത് എവിടെയായിരിക്കും ചെയ്യുന്നത് നമുക്ക് നോക്കാം. കെരാസ് ഡെൻസ് ലെയറിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ വരുന്നത് എവിടെയാണെന്ന് നോക്കാം. സോ ബേസിക്കലി നമ്മൾ ഇതുപോലൊരു ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ഒരു സീക്വൻഷ്യൽ API യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി model.add എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമ്മൾ ഡെൻസ് ലെയർ ആഡ് ചെയ്യും. സോ ഡെൻസ് ലെയർ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി എത്ര യൂണിറ്റ്സ് വേണമെന്നും പറയും, അതുപോലെ ആക്ടിവേഷൻ ഫംഗ്ഷൻ ഏതാണെന്നും പറയും. സോ ബൈ ഡിഫോൾട്ടായിട്ട് കെരാസ് ലൈബ്രറിയിൽ ആക്ടിവേഷൻ ഫംഗ്ഷൻ റെലു ആണ് വരുന്നത്. ഇനി അതല്ല നമുക്ക് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഈ പാരാമീറ്ററിൽ ഈക്വൽ ടു സിഗ്മോയിഡ് ഓർ ടാൻ എച്ച് ഓർ വാട്ട് എവർ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ഏത് ആക്ടിവേഷൻ ഫംഗ്ഷനും നമുക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്. സോ നമ്മളതിൻ്റെ ഡെൻസ് ലെയറിൻ്റെ ഡോക്യുമെൻറ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും, എന്തൊക്കെ ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ് എന്നുള്ളത്. സോ ബൈ ഡിഫോൾട്ടായിട്ട് ഐ തിങ്ക് ലീനിയർ ആക്ടിവേഷൻ ആണ്, അതായത് എന്താണോ ഇൻപുട്ട് അത് അതുപോലെ തന്നെയാണ് വരുന്നത്. ബട്ട് ഇതിൽ നമുക്ക് ബാക്കിയുള്ള ആക്ടിവേഷൻസും കൊടുക്കാൻ സാധിക്കും. ഓക്കെ, സോ ഓൺ എ ബിഗ് പിക്ചർ നമ്മൾ ആക്ടിവേഷൻ ഫങ്ഷൻസ് ഇൻ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ആ ഒരു നോൺ ലീനിയാരിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഈ ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ഔട്ട്പുട്ട് ഒരുപാട്
ഹൈ ആയി പോകാതെ ആ ഒരു സ്ക്വാഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ചെയ്യുന്നത്. മറ്റൊരു കാര്യം കൂടെ ഉള്ളത്, ഇതിൽ വാനിഷിംഗ് ഗ്രേഡിയൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടെയുണ്ട്. അതായത് നമ്മൾ സിഗ്മോയിഡ് എന്തുകൊണ്ടാണ് നമുക്ക് ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആക്ടിവേഷൻ ഫംഗ്ഷൻസിൻ്റെ ആവശ്യം, അതായത് സിഗ്മോയിഡ്, ടാനച്ച്, റെലു, സ്വിഷ് എന്നിവ. സോ ബേസിക്കലി ഓരോന്നിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട്. അപ്പം സിഗ്മോയിഡ് ആക്ടിവേഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ടാനച്ചിനുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാനിഷിംഗ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നൊരു പ്രോബ്ലം ഉണ്ട്. ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ ന്യൂറോൺസ് പരസ്പരം കണക്ട് ചെയ്യുമ്പോൾ ബേസിക്കലി നമുക്കറിയാം സിഗ്മോയിഡിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും, അല്ലെങ്കിൽ സിഗ്മോയിഡിൻ്റെ ഔട്ട്പുട്ട് പറയുവാണെങ്കിൽ 0ക്കും 1നും ഇടയിലാണ്. നേരെ മറിച്ച് ടാനച്ചിൻ്റെ പറയുവാണെങ്കിൽ -1നും 1നും ഇടയിലാണ്. സോ ബേസിക്കലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രാക്ഷണൽ 0.something വാല്യൂ ആയിരിക്കും ഐദർ ഇൻ സിഗ്മോയിഡിൻ്റെ കേസ് എടുത്താലും ടാനച്ചിൻ്റെ കേസ് എടുത്താലും. ഓക്കെ, സോ ഈ നമ്പറുകൾ നമ്മൾ പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കറിയാം രണ്ട് ഫ്രാക്ഷണൽ നമ്പേഴ്സ് തമ്മിൽ നമ്മൾ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വീണ്ടും ആ ഇൻഡിവിജ്വൽ നമ്പേഴ്സിനേക്കാളും ചെറിയ നമ്പറായിരിക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരുപാട് ലേയേഴ്സ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമ്പോൾ ഈ ഗ്രേഡിയൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 0 ആവാനും അത് ന്യൂറൽ നെറ്റ്വർക്കിൻ്റെ ട്രെയിനിങ്ങിനെ അഫക്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ വാനിഷിംഗ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. സോ അത് ഈ പറഞ്ഞ പർട്ടിക്കുലർ പ്രോബ്ലം സിഗ്മോയിഡ് ആൻഡ് ടാനച്ചിനുണ്ട്, വാനിഷിംഗ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം. സോ അതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് മറ്റുള്ള ആക്ടിവേഷൻ ഫങ്ഷൻസ് വന്നിട്ടുള്ളത്. ഓക്കെ, സോ ഓൺ എ ബിഗ് പിക്ചർ നമ്മൾ എന്താണ് ക്ലാസിക്കൽ മോഡൽസ് ആൻഡ് ഡീപ്പ് ലേണിംഗ് എങ്ങനെയാണ് ബയോ ഇൻസ്പയർഡ് കമ്പ്യൂട്ടിംഗ് ആവുന്നത്, എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനിനെ മിമിക് ചെയ്തുകൊണ്ട് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിലോട്ട് വരുന്നത്, ന്യൂറൽ നെറ്റ്വർക്കിൽ എന്തിനാണ് ആക്ടിവേഷൻ ഫങ്ഷൻസ്, എന്താണ് ഫങ്ഷൻസ്, എന്താണ് ആക്ടിവേഷൻ ഫങ്ഷൻസ്, എന്താണ് അതിൻ്റെ ആവശ്യകത, എന്തൊക്കെയാണ് വേരിയസ് ടൈപ്പ് ഓഫ് ആക്ടിവേഷൻ ഫങ്ഷൻസ്, കോമൺ ആയിട്ടുള്ള ആക്ടിവേഷൻ ഫങ്ഷൻസ്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ സിഗ്മോയിഡിൻ്റെ ഇക്വേഷൻ ആൻഡ് അതിൻ്റെ ഔട്ട്പുട്ട് ഗ്രാഫ് എന്നിവ കണ്ടു. ബാക്കി കോമൺ ആയിട്ടുള്ള ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ടൈം ലൈൻ ചാർട്ട് കണ്ടു. അതിൽ സിഗ്മോയിഡിൻ്റെയും ടാനച്ചിൻ്റെയും ആണ് ഏർലി ഡേയ്സിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ ഡ്രോബാക്ക് ആയിരുന്നു വാനിഷിംഗ് ഗ്രേഡിയൻറ്റ് പ്രോബ്ലം. അതിനെ ഫിക്സ് ചെയ്തുകൊണ്ട് നമുക്ക് റെലു പോലുള്ള ആക്ടിവേഷൻ ഫങ്ഷൻസ് വന്നു. ഇന്നത്തെ കാലത്ത് നമ്മൾ ന്യൂറൽ നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഡിഫറെൻറ്റ് ലൈബ്രറീസ്, ഇപ്പം കേരാസ് അല്ലെങ്കിൽ പൈടോർച്ച് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ആക്ടിവേഷൻസ് ചൂസ് ചെയ്യാനായിട്ട്. അത് എവിടെയാണ് നമ്മൾ ആ ഒരു പാരാമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, സോ നെക്സ്റ്റ് ടൈം നിങ്ങൾ ആക്ടിവേഷൻ ഫങ്ഷൻസ് എന്താണെന്ന് കാണുമ്പോൾ നിങ്ങൾക്കിതൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.